നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഭാമ കീ ഒക്കെ എടുത്തോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനാണ് ചന്ദ്രയുടെ വിളി. ഭാമേ, നീ ഇതുവരെയായിട്ടും പോയില്ലല്ലോ. അല്ല, നേരം രാത്രിയായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് സച്ചിയെ വിളിക്കാം. സച്ചിയോട് പറയും നിന്നെ കൊണ്ടുവിടാനായിട്ട്. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തനിച്ചു പൊയ്ക്കോളാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഭാമ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവൾക്ക് ഇത് എന്ത് പറ്റി? ആ പാടൊരു പന്തികേടാണല്ലോ എന്ന് ചന്ദ്രമതി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഭാമ ശ്രുതിയുടെ മീരയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം അവരും വഴി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് ആ കീ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഭാമ പറഞ്ഞു, ശ്രുതി നിനക്ക് ബാഗ് എടുക്കാനാണല്ലോ അല്ലേ വണ്ടിക്കകത്തുനിന്ന്? അതെ ആന്റി. ആന്റിക്ക് എന്താ സംശയം? ദേ ബാഗ് എടുത്തിട്ട് താക്കോൽ അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കണം. വെറുതെ എനിക്കിവിടെ പണി കിട്ടിയേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല, അരി ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഭാമ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന്റണിയും കൂട്ടരും കൂടെ കാത്തു നിൽക്കുകയാണ് ശ്രുതിക്ക് വേണ്ടിയിട്ട്. അല്ല, അവള് കീ കൊണ്ടുത്തരൂ ആശാനെ, അവള് കൊണ്ടുത്തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. മീര ശ്രുതിയോട് ചോദിച്ചു, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ കീ കൊണ്ടേ കൊടുക്കാനായിട്ട്? അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. എടി, എനിക്കിത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ സച്ചി അവൻ എന്നെ ചതിച്ചവനാ. അപ്പൊ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒടുവില് ആന്റണി അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീരയ്ക്കാണ് ആന്റണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേഷ്യം വരുന്നു. എടാ, നീ എന്തിനാടാ ഇവളെ ഇങ്ങനെ നിന്റെ ഫ്രോഡ് പരിപാടിക്കൊക്കെ കൂട്ടുപിടിക്കുന്നത്? ഓ, നീ ഉണ്ടായിരുന്നോ? നീ വരൂന്ന് ഞാൻ വിചാരിച്ചില്ല. എടി, ഇത്തിരി ഫ്രോഡ് പരിപാടി കാണിച്ചാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ല, കീ കിട്ടിയില്ലേ ശ്രുതി? കിട്ടി ഇന്നാന്ന് പറഞ്ഞു. അങ്ങനെ കീ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി ഒരു ചിരിയിരിക്കുവാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, നീ എന്തിനായിരുന്നു മേടിച്ചതെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എങ്കില് എനിക്ക് അവനോട് ദേഷ്യമുണ്ട്, ആ സച്ചിയോട്. അവൻ കാരണം എൻ്റെ ജീവിതം നശിച്ച. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോടൊപ്പം കൂട്ടു നിൽക്കുന്നത്. ശരി, ആയിക്കോട്ടെ. പിന്നൊരു കാര്യം, നിന്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പത്തിന് ആ കീ അതെ അറിയാലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രുതിയും മീരയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആന്റണി തന്റെ ഗുണ്ടകളുടെ കയ്യിലേക്ക് ആ കീ കൊടുത്തു. അറിയാലോ, കാറിന്റെ ബ്രേക്ക് പോയി അടിച്ചു വിടണം. ഇനി അവൻ തീരണം. അവൻ മാത്രമല്ല, ചിലപ്പോൾ അവളും കൂടെ ആ കൂടെ പെടണം. അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കാരണം ബ്രേക്ക് അടിച്ചു വിട്ടുമ്പോഴത്തേനും കീ ജയിലിൽ കൂടെ അകത്തേക്ക് ഇടുവോ സിറ്റ് ഔട്ടിലിടുവോ എന്ത് വേണമെന്ന് ചെയ്തോണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഏറ്റു ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരം കൊണ്ട് പോയി. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ സച്ചിന്റെ അവധിയും കൂടെ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അല്ല നീ എന്തിനാ ആന്റണിയെ തല്ലാൻ പോയെന്ന് ചോദിച്ചു. എന്താ സച്ചിയേട്ടാ? സച്ചിയേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, നിനക്ക് ആ സമയത്ത് കുറച്ച് വെള്ളം നിന്റെ വായിക്കകത്ത് ഒഴിച്ചു വെച്ചോണ്ടിരുന്നാൽ പോരായിരുന്നോ? അതെന്ത് വർത്താനം സച്ചിയേട്ടൻ പറയണേ? അല്ല, നീ എന്നോട് അങ്ങനെയല്ലേ പറയണേ? ദേഷ്യം വന്നു കഴിയുമ്പോൾ സച്ചിയേട്ടന് അടക്കാൻ പറ്റില്ലെങ്കിൽ സച്ചിയേട്ടൻ കുറച്ച് വെള്ളം വായിക്കകത്ത് ഒഴിച്ചു വെച്ചോണ്ടിരുന്നാൽ മതിയെന്ന്. അതുപോലെ നിനക്ക് ചെയ്താൽ പോരായിരുന്നു. ഓ അങ്ങനെ. എന്റെ സച്ചിയേട്ടാ, കൊടുക്കേണ്ട സമയത്ത് അവനോട് അവനിട്ട് കൊടുക്കണം. ദേ, ഇതിന് അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ പ്രതികാരം ചെയ്യാൻ ചിലപ്പോൾ പിന്നാലെ വരും. മറ്റ സച്ചിയേട്ടാ, അപ്പോഴത്തെ കാര്യം അപ്പം നോക്കാം. അതിന് പേടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. സച്ചിയേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ടെൻഷനോ? എനിക്ക് അതെ, അങ്ങനെ ടെൻഷനൊന്നുമില്ല. പക്ഷെ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉള്ള സമയത്താ അങ്ങനെ ഒരു പേടി മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ സച്ചിയുടെ നാളെ ഓട്ടം ഉണ്ടോ? രാവിലെ 8 മണിക്കൊരു ഓട്ടം ഉണ്ട്. രേവതി പറഞ്ഞു, എങ്കിൽ ശരി, ഞാനും കിടക്കുക. എനിക്ക് കുറച്ച് പൂ കെട്ടാനുണ്ട്. അല്ല, ഓർഡർ വല്ലതുണ്ടോ? എനിക്ക് ഓർഡർ വന്നിട്ടില്ല. പ്രമീള ചേച്ചിയുടെ ഓർഡർ ഉണ്ട്. പ്രമീള ചേച്ചിയെ സഹായിക്കാനേയും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മാല ഞാൻ കെട്ടിവെച്ചു. ബാക്കി രാവിലെ എഴുന്നേറ്റ് വേണം കെട്ടാനായിട്ട്. എങ്കിൽ ശരി, അലാറം സെറ്റ് ചെയ്തിട്ട് നീ കിടന്നു. പിന്നെ സച്ചിയേട്ട രാവിലെ പോകുമ്പോൾ എന്നെ ആ പ്രമീള ചേച്ചിയുടെ കടയിൽ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും കിടക്കുവാണ്. ഇതേ സമയം ഭാമയുടെ ഉറക്കം പോയി. ഭാമയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടായിരിക്കും കാറിന്റെ കീ മേടിച്ചത്? ബാഗ് എടുക്കാനാണോ? ദൈവമേ, ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണോ? ശ്രുതി ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷൻ. കിടന്നിട്ട് കിടക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഭാമ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുവാണ്. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ കാറിന്റെ കീ എടുത്തതിന്റെ പേരിൽ? അതായിരുന്നു ഭാമയുടെ ചിന്ത മുഴുവനും. പിന്നീട് ആന്റണി അയച്ച ഗുണ്ടകൾ അവന്മാർ സച്ചിയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ മതിൽ ചാടിക്കടന്ന് വന്ന് കാറ് തുറന്ന് കാറിന്റെ ബ്രേക്ക് അടിച്ച് വിടുവാണ്. ആ സമയത്ത് സച്ചിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. സച്ചി എഴുന്നേറ്റു. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുവാണ്. ഫ്രിഡ്ജിൽ പോയി തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് സച്ചി വീണ്ടും കിടന്നു. ആ സമയത്ത് അവന്മാർ കാര്യമായിട്ട് ബ്രേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ അഴിച്ചു വിട്ടിട്ട് അവന്മാർ എന്ത് ചെയ്തു? കീയ പതുക്കെ ജനന്റെ ഒരു പാള് തുറന്ന് അകത്തേക്ക് അങ്ങിട്ടിട്ട് അവന്മാരെ അപ്പം തന്നെ പോവുകയും ചെയ്തു. രണ്ടെണ്ണം കൂടെ തീരും, അങ്ങനെ തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ സച്ചി കാറിന്റെ കീ നോക്കുവാണ്. കീ കാണുന്നില്ല. രേവതിയും കൂടെ വന്നപ്പോ രേവതി പറഞ്ഞു, ഇടി കാറിന്റെ കീ എന്തിയേ? എനിക്കെങ്ങനെ അറിയാവുന്നേ? ഞാൻ ഇന്നലെ നിന്റെ കയ്യിലെല്ലാം കൊണ്ടുതന്നെ. എന്റെ കയ്യിലോ? എന്റെ സച്ചേട്ടാ എന്റെ കൈ കൊണ്ടു തന്നിട്ടില്ല. അല്ല, നിന്റെ കൈ തന്നെ തന്നെ. സച്ചേട്ടാ അവിടെ എവിടെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോഴാണ് രേവതി
ആ കാര്യം ശ്രദ്ധിക്കുന്നേ. നിലത്ത് കിടക്കുന്ന കീ സച്ചേട്ടാ ഇങ്ങ് നോക്ക്, കീ ഇവിടെ എടുത്തിട്ടിട്ട് സച്ചേട്ട എന്നോട് കുറ്റം പറയുന്നോ? നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, നിന്റെ കയ്യിലെ കീ തന്നെ. ദേ മര്യാദയ്ക്ക് ഇരുന്നോണം സച്ചേട്ടൻ. എന്റെ കൈ കീ തന്നിട്ടില്ല, സച്ചേട്ടൻ അവിടെ എവിടെയും കൊണ്ടിടും, ഒരു നോട്ടമില്ല ഇന്നാന്നും പറഞ്ഞ കീ ഇങ്ങോട്ട് കൊടുത്തു. നീ റെഡിയായോ? ദേ ഞാൻ റെഡിയായി, ഇനിയൊക്കെ എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ബിഷോപ്പറുണ്ട് പൂമാല കിട്ടിയത്, അതെല്ലാം കൂടെ എടുത്തോണ്ട് വന്നു. അങ്ങനെ അതൊക്കെ കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കുവാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു എങ്കിൽ ശരി ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് കോഡ് വന്നു. അതെ ഞാൻ ഇറങ്ങാൻ തുടങ്ങുക സാറേ, ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ അവിടെ എത്തുമെന്ന് പറഞ്ഞു. രേവതി പെട്ടെന്ന് തന്നെ പോണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നേ. അതിനകത്തുനിന്ന് പ്രമീള ചേച്ചി ഇറങ്ങുവാണ്. അയ്യോ ഇതേ പ്രമീള ചേച്ചി വന്നല്ലോ. രേവതി നീ മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞോ? അതെ ഞാൻ മാലയും കൊണ്ട് ഇറങ്ങുമായിരുന്നു അങ്ങോട്ട്. അതെ ഇനിയിപ്പോൾ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇവിടെ അടുത്ത് വരെ ഒരു വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ മാല ഇങ്ങോട്ട് അന്നേരം ഞാൻ കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു. പിന്നീട് കാറിന്റെ ഡിക്കിക്കകത്തുനിന്ന് മാല കെട്ടിയതൊക്കെ പ്രമീള ചേച്ചിക്ക് എടുത്തു കൊടുത്തു. അപ്പം ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു ഇനിയിപ്പം ഞാൻ വരേണ്ട കാര്യമില്ല സച്ചേട്ടാ, സച്ചേട്ടൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ സൂക്ഷിച്ചു പോണം കേട്ടോ. ഓ ഇതാ അപ്പൊ നന്നായത്, സാധാരണഗതിയിൽ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ അച്ഛനായിരുന്നു, ഇപ്പൊ നിനക്കും തുടങ്ങി ഈ സൂക്കേടെന്ന് ചോദിച്ചു. ഓ അതല്ല സച്ചേട്ടാ, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞു. ആ എങ്കിൽ ശരി ആയിക്കോട്ടെ. അങ്ങനെ സച്ചി അങ്ങോട്ട് പോകുമ്പോഴത്തേനും സച്ചിക്ക് ടാറ്റയെ കൊടുത്തു വിടുവാണ് രേവതി. സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിയുടെ ഗുണ്ടകൾ അവന്മാര് വഴി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ സച്ചി മാത്രമേ ഉള്ളൂ. ഓ അവൻ മാത്രമേ ഉള്ളൂ, സാരമില്ല, അവളെയും കൂടെ കിട്ടണ്ടായിരുന്നു. അവളും കൂടെ ഉണ്ടായിരുന്നു, ഒറ്റയടിക്ക് 2 കൂടെ തീർന്നു പോയനം. ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ. ആ ഇവനെങ്കിൽ ഇവനെ കിട്ടിയാലും മതി, തൽക്കാലത്തേക്ക് ഇത് മതി, ബോസിന് സന്തോഷമാവുമല്ലോ, ബോസിന്റെ കർണത്തടിച്ചാണ് ഇവന്റെ ഭാര്യ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവന്മാരുടെ മനസ്സിൽ. ആ സമയത്ത് സച്ചിയാണ് നല്ല സ്പീഡിലാ പോകുന്നേ, കാരണം ഓട്ടോ എടുക്കാനുള്ള കൃത്യസമയത്ത് അവിടെ എത്തണം. അങ്ങനെ ഇത്തിരി ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സച്ചിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. ഇതെന്ത് പറ്റി? ബ്രേക്ക് പിടിച്ചിട്ട് ബ്രേക്ക് കിട്ടുന്നില്ലോ. സച്ചി ആകെപ്പാടെ വെപ്രാളമായി പോയി, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാളി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങാനും ഇനിയിപ്പോൾ എതിരെ വല്ല വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു, ബ്രേക്ക് കിട്ടുന്നില്ലോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി സച്ചിക്ക്. അങ്ങനെ ഒടുവില് സച്ചിയാണെങ്കിൽ വണ്ടി നിയന്ത്രിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതേ സമയത്ത് റോഡരികില് അരുണും കൂട്ടരും കൂടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനെ ബൈക്കുകാരനെ കൊണ്ട് പെറ്റി എടുപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ ബൈക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ നിന്ന് പെറ്റി മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് അതിലൂടെ വരുന്നത്. സച്ചിക്ക് ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ. പെട്ടെന്ന് സച്ചി എന്ത് ചെയ്തു, ആ ബൈക്കിൽ ഇടിപ്പിച്ച് അങ്ങ് നിർത്തുവാണ്, വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ബൈക്കിലെടുത്ത് ഇടിച്ച് വണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് സച്ചിക്ക് ഒരു ആശ്വാസമായത്, ആൾക്കൊരു ആപത്തൊന്നും ഉണ്ടായില്ല. അങ്ങനെ സച്ചി പിന്നീട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും അരുണ് നോക്കുവാണ് സച്ചിയെ. സച്ചി അരുണിനെയും കണ്ടു. അരുണ് പെട്ടെന്ന് തന്നെ സച്ചിയുടെ അടുത്തേക്ക് വരുവാണ്. കാരണം ബ്രേക്ക് പോയതാന്നുള്ള കാര്യം സച്ചിക്കല്ലേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ബൈക്കൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് കാർ അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. എന്താണ് സച്ചിക്ക് ആപത്തൊന്നും പറ്റിയില്ല, സച്ചി രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.